മൂവി വേൾഡ് ടീം എല്ലാവരും വന്നിട്ട് ഇങ്ങനെ സത്യം പറഞ്ഞ സർപ്രൈസ്ഡ് ആയിട്ട് നോക്കി നിൽക്കായിരുന്നു. ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു വെറൈറ്റി ഹോം ആണ് ഫസ്റ്റ് ഓഫ് ഓൾ. ആൻഡ് എനിക്ക് തോന്നുന്നത് നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഫുൾ ഒന്ന് കവർ ചെയ്ത് പോവാം അല്ലേ? ഇവിടെ വന്നപ്പോ തന്നെ എന്റെ കണ്ണു പോയത് അങ്ങടാ. നമുക്ക് ആദ്യം ഒന്ന് അങ്ങോട്ട് ചെന്നാലോ? ഓക്കെ. ഇത് എത്ര നാളായി ചേട്ടാ നമ്മൾ ഈ വീട് ഫുള്ളി ഒന്ന്? വീട് ഇപ്പൊ 8 കൊല്ലം കഴിഞ്ഞു. ഈ കോഴിപ്പോണ്ട് ഇപ്പൊ 4 കൊല്ലമായിട്ടുള്ളൂ. കോവിഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉള്ളൊരു ക്രിയേഷൻ ആയിരുന്നു. അന്നത്തെ ബോറടിയിൽ ഉണ്ടായ ഒരു സാധനമാണിത്. ഓക്കെ, കോവിഡിന്റെ ടൈമിൽ ബോർ അടിച്ചപ്പോ അങ്ങനെ ഒരു തോട്ട് വന്നതാണോ? ഇപ്പൊ കുറച്ചെണ്ണം ഞാൻ വാങ്ങിച്ച് ഇവിടെ ഇതിന്റെ അകത്ത് ഇട്ടിരുന്നു. ഇവിടെ ഒരു പോണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ അത് പെട്ടെന്ന് വലുതായപ്പം ഞാൻ വെച്ചൊരെണ്ണം വലുത് ഉണ്ടാക്കാം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു. അന്ന് ഒരുപാട് സമയം കിട്ടിയപ്പോ ഇരുന്ന് കുറച്ച് റിസർച്ച് ഒക്കെ ചെയ്ത് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത് അങ്ങനെ ചെയ്തൊരു പോണ്ടാണിത്. ഓക്കെ, ആക്ച്വലി അപ്പൊ ഫിഷിനോട് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണോ? കൊച്ചിലെ മുതൽ ഇവിടെ പെറ്റ്സ് ഒരുപാടുണ്ട്. എനിക്ക് ഓർമ്മയുള്ള പോലെ മീനും പട്ടിയും എപ്പോഴും ഇവിടെ ഉണ്ട്, കിളികളും. അപ്പൊ പിന്നെ അങ്ങനെ ചെയ്തതാണ്. ആണല്ലേ? ഇവിടെ ശരിക്കും എത്ര ഫിഷ് ഉണ്ട്? ഇതിന്റെ അകത്ത് എനിക്ക് തോന്നുന്നൊരു 50 കോയി ഫിഷ് ഉണ്ടാവും. പിന്നെ ഒരു 3-4 ഗവറ ഉണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ, വളരെ കുറവാണ്. ഇപ്പം ഇത് 1 lakh ലിറ്റർ ഉണ്ട്. അപ്പം ശരിക്കും സ്പേഷ്യസ് ആണ്. ആ മീൻ അത്യാവശ്യം നന്നായിട്ട് പോകും. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ചെടിയാണ്. ഇതിന്റെ ഫിൽട്രേഷൻ ഫുൾ ബോഗ് ഫിൽട്രേഷൻ എന്ന് പറയും. അടിയിൽ കൂടെ 2-3 പൈപ്പ് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ആ പൈപ്പ് അടിയിൽ നിന്ന് ഇങ്ങനെ ഡ്രെയിൻ ചെയ്തിട്ട് അത് തിരിച്ചു വന്ന് ഈ ചെടികളുടെ അടിയിൽ കൂടെയാണ് തിരിച്ച് ഫിൽട്രേഷൻ എല്ലാം വരുന്നത്. അപ്പൊ ഇതിൽ കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചേമ്പ് പോലെ നിൽക്കുന്ന ചെടി അത് എന്താ മാറാമ്പത് എങ്ങാണ്ടാ പറയുന്നത്. അത് ശരിക്കും അഴുക്ക് വലിച്ചെടുക്കാൻ ഭയങ്കര നല്ലൊരു ചെടിയാണ്. നമ്മൾ സാധാരണ പുറത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഈ ഹൈറ്റിലൊക്കെ നിൽക്കുന്ന ഒരു ചെടിയാണ്. ഇതിന്റെ അകത്ത് ഇത്രയും വലിപ്പം, ഇത് ഏതാണ്ട് ഒരു 12 അടി പൊക്കമുണ്ട്. നിങ്ങൾക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും മീനിന്റെ ആ അഴുക്കുകളെല്ലാം ആദ്യം അമോണിയാവും, നൈട്രേറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് ഇത് വലിച്ചെടുത്തിട്ട് അങ്ങനെ ഒരു നാച്ചുറൽ നമ്മുടെ കുളത്തിന്റെയൊക്കെ ഒരു പ്രിൻസിപ്പിൾ പോലെ തന്നെ ആണിത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എനിക്ക് തോന്നി മെയിന്റനൻസ് എന്ന് പറയുന്നത് പകുതിയും ചെയ്യുന്നത് നേച്ചർ തന്നെയാണല്ലേ? ചെയ്യണം. നമ്മൾ എല്ലാം കൂടെ ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മടുത്തു. ഏത് ഹോബിയാണെങ്കിലും അത് തനിയെ സസ്റ്റൈൻ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര എളുപ്പമാണ്. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അതിന്റെ സൂക്കേട്, ഇതിന്റെ പ്രശ്നം, ക്ലീനിങ്, അത് ഇത് എന്നൊക്കെ. അതെ, പക്ഷെ ഭയങ്കര ക്ലീൻ ആയിട്ടിരിക്കുന്നു ഫുള്ളി നോക്കുമ്പോ തന്നെ. അത് കുറെ ആകെപ്പാടെ ഗ്ലാസിന് മാത്രം ഉണ്ട് ഒരു പണി. ഗ്ലാസ് ഞങ്ങൾ ശരിക്കും ഐഡിയ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണ എപ്പോഴും കോഴിപ്പോണ്ട് നമ്മൾ ജപ്പാനിലൊക്കെ കാണാം താഴത്തെ ലെവലിലാണ് നിൽക്കുന്നത്. എന്നിട്ട് മോളിൽ നിന്ന് ഇങ്ങനെയാണ് കാണുന്നത്. ഇവിടെ ഒരു ചെറിയൊരു സ്കൂള് പോലെയൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഒരിക്കലും പിള്ളേർ അപകടമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് പൊക്കി ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച് എന്നാൽ പിന്നെ ഒരു ഗ്ലാസ് ഇൻട്രൊഡ്യൂസ് ചെയ്താലും. ഗ്ലാസ് അല്ല, അത് അക്രിലിക് ആണ്. അതുകൊണ്ടാണ് അത്രയും തിക്നെസ് ഉള്ളത്. പക്ഷെ അതാണ് അത് ചെയ്തത്. പക്ഷെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മീനിന്റെ ഒക്കെ ആ സൈഡിൽ നിന്ന് കാണാൻ പറ്റുമ്പോഴത്തേക്കുള്ള ഒരു ഭംഗി ഭയങ്കര. എപ്പോഴും നമ്മൾ കോഴി മോളിൽ നിന്നാണ്, അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. പക്ഷെ വെള്ളം അനങ്ങുന്നതനുസരിച്ച് തന്നെ കാണാൻ ബുദ്ധിമുട്ട്. സൈഡിൽ നിന്ന് കാണുമ്പോൾ നമ്മുടെ അക്വേറിയത്തിൽ കാണുന്ന പോലെ നന്നായിട്ട് കാണാം. അതാണ് ഞാൻ കണ്ടപ്പോ തന്നെ ആദ്യം നോട്ടം വന്നത് ഇവിടേക്കാണ്. അതുപോലെ ഞാൻ ശ്രദ്ധിച്ചത് ആക്ച്വലി ഇത് വളരെ സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു പോണ്ടാണ്. പക്ഷെ ഇതിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് മീനുകൾ ഉണ്ടെങ്കിലും ആ ഏരിയയിലാണ് കൂടുതൽ ഫിഷ് ഉള്ളത്. അതെന്താ അങ്ങനെ? സ്നേഹം അതല്ല, ശരിക്കും ഞങ്ങൾ അതിലെ ഫീഡ് ചെയ്യുന്ന കൂടുതൽ. അപ്പം അത് കാരണം അവിടെ വരുന്നു, അതാണെന്ന് തോന്നുന്നു. പിന്നെ ഇല്ലാത്ത ടൈമിലാണെങ്കിലും മീൻ വന്നിങ്ങനെ ആളുകളെ കാണാൻ ഒരു പൊതുവെ താല്പര്യമുണ്ട്. നമ്മളിപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഈ സൈഡിൽ പോയി കഴിഞ്ഞാൽ ആ മീൻ എല്ലാം കൂടി ഇവിടെ വരുന്ന കാണാൻ പറ്റും. ആണല്ലേ? നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ ഇവിടെ വന്നാൽ കാണാൻ പറ്റുമെന്ന്. Guys, could you please come here? ഇല്ലെങ്കിൽ എല്ലാരും പറയും എന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെടാത്തോണ്ടാണ്. ഓ, ഇത് സീരിയസ്ലി പറഞ്ഞതാണ്, ശരിക്കും പറഞ്ഞതാണ്. ഓ, ഞാൻ വിചാരിച്ചത് നമ്മൾ ഫീഡ് ചെയ്യുന്ന കൂടുതൽ ആ ഏരിയയിൽ ആയതുകൊണ്ടായിരിക്കും എല്ലാവരും അങ്ങനെ വരുന്നത്. ആക്ച്വലി അങ്ങനെ അല്ല. ഞാൻ ഇടയ്ക്ക് ഇതിന്റെ അകത്ത് നീന്താൻ ഇറങ്ങും. അപ്പോഴും ഭയങ്കര രസമാണ്. നമുക്ക് സ്നോക്കിൽ വെച്ചിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് കമന്ന് കിടക്കുമ്പോഴത്തേക്ക് ഇത് ഭയങ്കര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. മീൻ അടുത്ത് വരും. ഇടയ്ക്ക് തീറ്റയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വരികയൊക്കെ ചെയ്യും കേട്ടോ. എപ്പോഴൊന്നും ഇല്ല, അതിന്റെ ഒരു ഇതുപോലെ ഇരിക്കും. അപ്പൊ ഇത് മൊത്തത്തിൽ ഒന്ന് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി ശരിക്കും ഒരു എത്ര കോസ്റ്റ് ആയിട്ടുണ്ടാവും? കോസ്റ്റ് എനിക്ക് വന്ന് ഞാൻ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തു, സ്വന്തമായിട്ട് പണിക്കാരെ കൊണ്ട് ചെയ്യിച്ചുകൊണ്ട് വളരെ കുറവാണ് കമ്പാരിറ്റീവ്ലി എന്ന് പറയണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ആദ്യം റിസർച്ച് ചെയ്തപ്പോഴത്തേക്ക് UK-ലും US-ലും ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വെച്ച് നോക്കിയപ്പോഴത്തേക്ക് അവിടെ $200,000 ആണ്. ഏതാണ്ട് 2 കോടിയുടെ അടുത്ത് രൂപയൊക്കെയാണ് അവിടെ ആകുന്നത്. ബട്ട് അവിടുത്തെ എംപ്ലോയീസിനൊക്കെ എക്സ്പെൻസീവ് ആണല്ലോ. അപ്പൊ നമ്മുടെ ഇവിടെ പതുക്കെ ചെയ്യാം, വീട് പണിതുപോലെ തന്നെ പതുക്കെ ചെയ്യാന്ന് പറയാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ ചെയ്തു. അന്ന് കോവിഡ് ആയതുകൊണ്ട് വർക്കേഴ്സ് ഇഷ്ടം പോലെ അവൈലബിൾ, ആരെ വിളിച്ചാലും എപ്പോൾ വരുന്നുണ്ട്. അവർക്കും കുറച്ച് ഗുണമുണ്ട്.
അങ്ങനെ ഇതെല്ലാം ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് വന്ന ഒരു ടോട്ടൽ കോസ്റ്റ് ഒരു 15 lakhs അടുത്താണ് വന്നത് ഇതിന്റെ. ഓക്കെ. അപ്പൊ ഇത് 1 lakh ലിറ്റർ ഉണ്ട്. ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അടിയിൽ ബോട്ടം ട്രെയിൻ ഉണ്ട്, അങ്ങനത്തെ ഫിൽട്രേഷൻ ഉണ്ട്. ആ സൈഡിൽ കാണുന്ന ആ ബോളില്ലേ, അത് ശരിക്കും ഒരടി ഇങ്ങോട്ട് കയറി നിൽക്കുകയാണ്. അല്ല, ഒരടി അല്ല, 1 മീറ്റർ ഇങ്ങോട്ട് കയറി നിൽക്കുക. അപ്പൊ അതിന്റെ അടിയിൽ പോയി മീൻ ഒളിക്കാനുള്ള സ്ഥലമുണ്ട്. അതിന്റെ അടിയിൽ നിന്നാണ് എയറൊക്കെ വരുന്നത്. അതിന്റെ മുകളിൽ വേറെ ഫിൽട്രേഷൻ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പൊ അതിന്റെ അകത്ത് വെക്കുന്ന മോട്ടേഴ്സ് ഉണ്ട്. അത് മോട്ടർ ചുമ്മാ ഈ സർക്കുലേഷന് വേണ്ടി മാത്രമേ ഉള്ളൂ, ബാക്കി ചെടിയാണ് ചെയ്യുന്ന പണി. എങ്കിലും അങ്ങനെ കുറെ സംഭവമൊക്കെ ഉണ്ട്. മുകളിൽ നിന്ന് വെള്ളച്ചാട്ടം പോലെയൊക്കെ ഉണ്ട് ഇൻ കേസ് ആണ്. അതാണ് ആ ചെടിയെല്ലാം നിൽക്കുന്നത്. അപ്പം ടൈമറിലാണ് മൊത്തം ഇവിടുത്തെ സാധനം വർക്ക് ചെയ്യുന്നത്. ഈ എയർ ആണേലും 2 സൈഡിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോ ഇത് ആക്ച്വലി ചേട്ടന്റെ ഒരു ഐഡിയ കാരണം കൊണ്ട് ഇങ്ങനെ എടുത്തോണ്ട് പകുതി എഫേർട്ട് അങ്ങനെ ഡിസൈനിങ് ബാക്കി ഇതും നമ്മുടെ ഇവിടെ ആയതുകൊണ്ട് കോസ്റ്റും കുറവാണ്. അതെ, അപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ നിക്കണം. അപ്പൊ ചേട്ടൻ ഇവിടെ സ്വിം ചെയ്യാറുണ്ട്? ഇടയ്ക്ക് നീന്തും. അല്ല, മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞ് ഇറങ്ങും. ഇപ്പൊ ആ ചെടിയുടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനാണല്ലോ, ഇതൊക്കെ പറിക്കാനാണല്ലോ, ആ ഭാഗത്തോട്ടൊക്കെ ആക്സസ് കുറവാണ്. അപ്പൊ എന്തായാലും ഇറങ്ങണം. രസമാണ് അല്ലേ, ഇവിടെ തന്നെ നിൽക്കുമ്പോ തന്നെ ആ ഒരു രസം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ നമ്മള് വീടിന്റെ ഫ്രണ്ടിലേക്ക് കേറുമ്പോ ആണെങ്കിലും ഇവിടെ നമ്മൾ ഈ നേച്ചറിനോടനുബന്ധിച്ചുള്ള സംഭവങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ ആണെങ്കിലും ഒരു വുഡൻ ബെഞ്ചസ് അല്ലേ, അതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം വീടിന്റെ ബാക്കി വന്നതെല്ലാം കൂടെ എടുത്തിട്ട് നമ്മളിങ്ങനെ ആക്കിയതാണ് ഇത്. ശരി, ഇത് നമ്മുടെ ബൈക്ക് കയറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതൊരു ടാങ്ക് ആയിരുന്നു ഞങ്ങളുടെ. ഇതായിരുന്നു മെയിൻ ടാങ്ക്. അപ്പൊ ഒരു വെള്ളച്ചാട്ടവും ഇതിന്റെ ഇതായിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു. പഴയ വീഡിയോസ് എടുത്ത് നോക്കിയാൽ കാണാം, ഫുൾ ചെടി വെച്ചിട്ട് നല്ല രസമായിരുന്നു. ഇപ്പൊ ഒരു പുതിയ ജർമ്മൻ ഷെപ്പേർഡിനെ വാങ്ങിച്ചു, ബ്ലാക്ക് കളറിൽ. അവന്റെ മെയിൻ ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴത്തേക്ക് ഒരു ചട്ടി എടുക്കുക, അവിടെ ഇവിടെയും കൊണ്ടുവയ്ക്കുക, ചെടി പറിച്ച് കളയുക. അതുകൊണ്ട് ചെടി കംപ്ലീറ്റ് മാറ്റി വെള്ളം ഇത്തിരി താത്തിയെന്ന് വെച്ചാൽ ഇവിടെ വെള്ളം പൊങ്ങി നിൽക്കുമ്പോൾ ഇവൻ ഈ വെള്ളത്തിൽ കൂടെ ഓടല് തന്നെ ഓടല്, മൊത്തം വെള്ളം. പിന്നെ അതിനെ തല്ലിയിട്ട് കാര്യമില്ല, കുഞ്ഞല്ലേ. പിന്നെ അത് അതിൻ്റെ ഇതാകട്ടെ, കുറച്ച് നാളത്തേക്ക് ഒന്ന് മാറ്റിയിട്ട് കഴിഞ്ഞാൽ വിൽ ബി ഓക്കെ. അത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ തിരിച്ചു കൊണ്ടുവരാം. എല്ലാത്തിനും അതിന്റെ ടൈം കൊടുക്കുക, പതുക്കെ പതുക്കെ ശരിയാകും. എല്ലാം പെർഫെക്റ്റ് ആയിട്ടൊന്നും ജീവിക്കാൻ പറ്റില്ലല്ലോ, ഉള്ളത്. ഓക്കെ, അത് കറക്റ്റ് ആണ്. അപ്പൊ ഇതും നമ്മൾ ആക്ച്വലി പ്ലാൻ ചെയ്തതല്ല, ബാക്കി വന്ന വുഡ് വെച്ചിട്ട് ഇത് അഡീഷണൽ വന്നത്. ആദ്യം ഇത് ഫുൾ ഗ്ലാസ് ഇട്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിന്റെ പുറത്തുകൂടെ നടക്കാം, വേറെ. അപ്പൊ എന്നിട്ട് ഫുൾ വെള്ളം നിറച്ചിട്ട് ഭയങ്കര രസമായിരുന്നു. അപ്പൊ ഇതിന്റെ പുറത്തുകൂടെ നടക്കുക, ആളുകൾ തിരിച്ചു വരിക, പിന്നെ അതുപോലെ തന്നെ നേരെ വരുന്നു, അവിടെയും വെള്ളം കിടക്കുന്നു, നടക്കുന്നു, പൂളിൽ വീഴുന്നു. അതുകൊണ്ട് ഗ്ലാസ് ഇവിടുന്ന് മാറ്റി, വെറുതെ തെറിയേക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അടിപൊളി അടിപൊളി. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം ചേട്ടൻ ബൈക്ക് റേസ് ഉള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ടാണല്ലേ ഇത് വെച്ചിരിക്കുന്നത്. ബൈക്ക് കേറ്റാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. നമുക്ക് അകത്ത് പോകുമ്പോ അറിയാൻ പറ്റും എന്താണ് ഞാനിപ്പോ പറഞ്ഞതിന്റെ ഒരു ഐഡിയ എന്നല്ലേ. അപ്പൊ ഇതാണ് നമ്മൾ കേറി വരുമ്പോ തന്നെയുള്ള വ്യൂ എന്ന് പറയുന്നത്. ഫ്രണ്ടിൽ തന്നെ ബൈക്ക് ഉണ്ട്. ഇതാണ് ചേട്ടന്റെ ഫേവറേറ്റ് ബൈക്ക്? എല്ലാം ഫേവറേറ്റ് ആണ്. ബൈക്ക് ഇസ് ബൈക്ക്, ഏതാണെങ്കിലും ഇഷ്ടമാണ്. ഓക്കെ, ബൈക്കിന്റെ തൊട്ടടുത്ത് തന്നെ വലിയൊരു അക്വേറിയം കാണാം. ഇതെന്താണ് ഇതിന്റെ പ്രത്യേകത? ഇത് ഒരു മറൈൻ അക്വേറിയം ആണ്. അപ്പം കടലിലെ വെള്ളം കൊണ്ടുവന്നിട്ട് സെറ്റ് ചെയ്ത ഇതിപ്പം 8 കൊല്ലമായിട്ട് റീസെറ്റ് ചെയ്യാത്ത ടാങ്കാണ്. എന്ന് വെച്ചാൽ അന്നിട്ട മീനുകളാണ് ഇപ്പോഴും ഉള്ളതൊക്കെ കുറേയൊക്കെ. 8 years ആയിട്ട്. അപ്പം നമ്മൾ ഒരിക്കലും അത് പറ്റിക്കത്തില്ല, ഒന്നും ചെയ്യില്ല, ശല്യം ചെയ്യത്തില്ല. വെള്ളം കുറച്ച് മാറ്റി കൊടുക്കുന്നുള്ളൂ, ഒരു 15% 10% ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കും. അതും നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തോട്ടപ്പള്ളിയിൽ ഒരു ഹാച്ചറി ഉണ്ട്, അവിടുന്ന് പോയിട്ട് ടാങ്കറിൽ പോയി വെള്ളം എടുത്തുകൊണ്ട് വന്ന് ഇവിടെ സ്റ്റോറേജ് ഉണ്ട്, അതിൽ സേവ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് മാറ്റി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഫീഡ് ചെയ്യുന്നൊക്കെ എങ്ങനെ? ആക്ച്വലി ഫീഡ് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ്, ഒരു കുക്ക് പോലെയാണ്. ഞാൻ ഇത് ശരിക്കുള്ള പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ആൽഗെ പിടിക്കുന്ന ഒരുപാട് കൂടുതൽ, പായൽ പിടിക്കുന്നത് ഒരുപാട് കൂടുതൽ. അപ്പം ഞാൻ ഈ ചെമ്മീനും കൂന്തലും പിന്നെ സ്പൈറലീന എന്ന് പറഞ്ഞിട്ടൊരു പൊടിയൊക്കെ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു സ്വന്തം റെസിപ്പി ഉണ്ടാക്കി മറ്റേ ട്രെയിൽ ഫ്രീസ് ചെയ്ത് വെച്ചേക്കും. എന്നിട്ട് അതെടുത്ത് ഓരോ ക്യൂബ്സ് ആയിട്ട് കൊടുക്കും. അതാകുമ്പോഴത്തേക്ക് ഇത് കുറവാ, ഭയങ്കര ഹെൽത്തി ആയിട്ട് നിൽപ്പുണ്ട്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഇത് എങ്ങനെയാണ് ഈ റെസിപ്പിയിലേക്ക് ഇതൊക്കെ വർക്ക് ആവുന്നുള്ളത് എങ്ങനെ അറിയുന്നേ? ഇത് നിങ്ങളെപ്പോലെ തന്നെ ആൾക്കാർ യൂട്യൂബിൽ കുറെ വീഡിയോ ഇട്ടിട്ടുണ്ട് പണ്ട് കാലത്ത്. അതൊക്കെ വെച്ചിട്ട് പലതും നമ്മൾ കാണുക, അതിൽ നിന്ന് കൊള്ളാവുന്ന നോക്കി എടുക്കുക, അത് പഠിക്കുക. എല്ലാം കാണുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണം വേണ്ടേ, പഠിക്കണ്ടേ എന്തെങ്കിലും. ഓക്കെ, അടിപൊളി. ഇപ്പൊ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നേ ഒന്ന് സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ ചിലപ്പോ വീഴാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് വീട്ടില് നമ്മൾ കയറി വരുമ്പോ തന്നെ ഒരു പൂള് കാണുന്നത്. ആക്ച്വലി ഇത് ഈ ഒരു ഐഡിയ എങ്ങനെയാണ് വന്നത്? ഇത് ശരിക്കും നിങ്ങൾ മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. മുകളിൽ ഈ ക്രീപ്പേഴ്സ് ഇങ്ങനെ വളർന്ന് കിടക്കുന്നത്.
ഞാൻ പണ്ടൊരു പ്രാവശ്യം കംബോഡിയയിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഒരു പൂള് കണ്ടു. അതിന്റെ സൈഡിൽ ഒരു മരമായിട്ട് ആദ്യമായിട്ടാണ് ഒരു പൂളിന്റെ സൈഡിൽ മരം കാണുന്നത്. ഓക്കെ. എന്നുവെച്ചാൽ അതിന്റെ കൂടെ ഒരാൾ മിക്കവാറും നിൽപ്പുണ്ട് എന്നുവെച്ചാൽ ചാമ്പയ്ക്ക വീഴുമ്പോൾ കൊരി മാറ്റാനായിട്ട്. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് പക്ഷെ അവിടെ പോയി നിൽക്കുമ്പോൾ ഉള്ളൊരു ഫീല് ഭയങ്കര രസമാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഇത് വെച്ചത്. ഓവൽ ഷേപ്പ് ഞാൻ വേറൊരു ഹോട്ടലിൽ കണ്ടൊരു ഷേപ്പാണ്. ഈ ക്രീപ്പേഴ്സും ഇതുപോലെ തന്നെ ഏതോ ഒരു ഷോപ്പിംഗ് മോളിൽ ഒന്ന് തായ്ലൻഡായിരുന്നു എവിടെയായിരുന്നു ഓർമ്മയില്ല, അന്ന് കണ്ടതാണ് ഇങ്ങനെ ക്രീപ്പേഴ്സ് ഒക്കെ വളർത്തി. അപ്പൊ എല്ലാം കൂടെ കമ്പൈൻ ചെയ്തൊരു ഡിസൈൻ പോലെ ആക്കി എടുത്തതാണ്. ഇതിൻ്റെ അകത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇല വീഴുമ്പോഴത്തേക്ക് അതിവിടെ വീണ് കിടക്കും. അപ്പൊ ഇതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് ഒരു ടൈമർ വെച്ച് മോട്ടർ ഉണ്ട്. അതിങ്ങനെ പമ്പ് ചെയ്യുമ്പോഴത്തേക്ക് വെള്ളം പമ്പ് ചെയ്ത് പുറത്തോട്ട് വന്ന് അതിൽ പുറത്ത് കിടന്നുള്ളൂ, നമുക്ക് കോരി കളഞ്ഞാൽ മതി. അപ്പൊ അതുമൊക്കെ മെയിൻ്റനൻസ് കുറയാൻ വേണ്ടിയിട്ട് പല പല പരിപാടി ചെയ്തിട്ടുണ്ട്. എങ്കിലും കുറച്ച് പണിയൊക്കെ ഉണ്ട്. എന്നാലും അതിന്റെ രസം വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് ഓക്കെ. അതെ. അപ്പൊ ഇതിൽ എത്ര താഴ്ച അധികം ഇല്ല. ഇത് ഒരു 4.5 feet, അവിടെ 3 feet ഉള്ളൂ, അത്രേ ഉള്ളൂ. ഓക്കെ. നമ്മൾ ഈ പൂളിൽ ഇറങ്ങാൻ ടൈമിംഗ് ഒക്കെ ഉണ്ട്? നിങ്ങൾ എല്ലാവരും ഇറങ്ങാറുണ്ടോ? എങ്ങനെയാണ്? വല്ലപ്പോഴും എല്ലാരും കൂടെ ചിലപ്പോൾ ഫാമിലി ആയിട്ട് ഇറങ്ങും, അത്രേ. അതെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആരെങ്കിലും ഇതിൽ അറിയാതെ വീണിട്ടുണ്ടോ? വീണിട്ടുണ്ട്. അതെങ്ങനെയാണ് വീണത്? അത് ഇതുപോലെ ആ ഗ്ലാസ് ഉണ്ടായിരുന്നപ്പോഴത്തേക്കാണ് മെയിൻ പ്രശ്നം പറ്റിയത്. അവിടെ ഗ്ലാസ്സിൽ നടന്നു കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോ ഞങ്ങൾ ആ ടൈമിൽ അവിടെ തന്നെ നിന്നുപോയി. അപ്പൊ ഇങ്ങനെ വന്ന് ചെടിയൊക്കെ നോക്കി ഇങ്ങനെ വന്ന് നേരെ വെള്ളത്തിലോട്ട് പോയി. പിന്നെ വലിയ ആഴമില്ലാത്തോണ്ട് കുഴപ്പമില്ല. അതെ. ഓക്കെ. അപ്പൊ ആക്ച്വലി അപ്പൊ നമ്മള് വീട് പണിതപ്പോ ഇങ്ങനെ ഉണ്ടായിരുന്നില്ല, നമ്മള് പിന്നെ ഇല്ല ഈ ഇതല്ലായിരുന്നു, ഞങ്ങള് കുടുംബ വീടായത്. ഓൾമോസ്റ്റ് 100 years ആയിട്ട് ഇവിടെ ഒരു വീടുണ്ടായിരുന്നു. അത് മറ്റേ ഒക്ടോപ്പസ് പോലെ അങ്ങോട്ട് നീട്ടി ഇങ്ങോട്ട് നീട്ടി വീടിൻ്റെ അകത്ത് ലൈറ്റും ഇല്ല, ഫുൾ ചെയ്തലും ഒക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ അത് കാരണം അത് ഒന്ന് റിനോവേറ്റ് ചെയ്യാന്നും പറഞ്ഞ് തുടങ്ങാൻ പോയതാണ്. പിന്നെ അത് പൊളിച്ച് ഇങ്ങനെ ആക്കി. പിള്ളേരാണ് പറഞ്ഞത് ഒരു പൂള് വേണം. അന്ന് ഞാൻ ഇതുപോലെ ഡൈവിങ്ങിന് പോകുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു, തായ്ലാൻഡ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യ. അപ്പൊ അവിടെ മിക്കവാറും ഇത് പോയി അന്ന് കൊച്ചായിരുന്നു പിള്ളേർ, 5 വയസ്സ് 3 വയസ്സേ ഉള്ളൂ. അപ്പൊ അവര് പറഞ്ഞു എന്നാ പിന്നെ അച്ഛ ഒരു പടമൊക്കെ വരച്ചിട്ട് വന്നു, വീട് അതിന്റെ സൈഡിലൊരു പൂള്. സൈഡിലാക്കിയില്ല, അകത്താക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡിലാക്കി കഴിഞ്ഞാൽ പിള്ളേരൊക്കെ പോയി വീണ് കഴിഞ്ഞാൽ നമ്മൾ കാണില്ല, എല്ലാം പറ്റിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇവിടെ ആകുമ്പോഴത്തേക്ക് എവിടെ നിന്നാണേലും ആൾ നോട്ടം ഉണ്ടാവും. ഇപ്പൊ അടുക്കളയിൽ നിന്നാണേലും നമ്മുടെ ബെഡ്റൂമിൽ നിന്നാണെങ്കിലും ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിലും മുകളിലുണ്ടെങ്കിലും എല്ലാം നോട്ടം കിട്ടും. അത് കാരണം ഇതാക്കി. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയി. ആള് വീണാലും നമുക്ക് ഉടനെ അറിയാൻ പറ്റും, നമുക്ക് ചെയ്യാൻ. പിന്നെ പിള്ളേരുടെ ആഗ്രഹം പറഞ്ഞാൽ നമ്മൾ സാധിച്ചു കൊടുക്കണം. പിന്നെ ഇതായിരുന്നു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് വന്നാലും വാസ്തുപ്രകാരം ഞാൻ പറഞ്ഞു പ്ലീസ് മിണ്ടരുത് വാസ്തു എന്ന് വെച്ചാൽ നമ്മളിവിടെ ജീവിച്ചോണ്ട് നമുക്കറിയാം ഇതിലേ കാറ്റ് വന്ന് അതിലേ പോകും. അപ്പൊ അവര് പറയും 2 സൈഡിലും പാസേജ് വേണം, അതുകൊണ്ട് ഇതുണ്ട്, ലൈറ്റ് വേണം, അതിനിവിടെ ഓപ്പണിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വെള്ളം വരുന്നതൊക്കെ ഡേഞ്ചറാണ്, പ്രശ്നമാണ്. മെയിൻ ഡേഞ്ചർ എന്താ, ആരിലും വീണ് കഴിഞ്ഞാൽ മുങ്ങി പോവാന്നുള്ളൂ. അതിന് നമ്മൾ എന്ത് ചെയ്തു, അടുത്തുള്ള എല്ലാ പിള്ളേരെയും നീന്തൽ പഠിപ്പിച്ചു. അതോടെ പ്രശ്നം തീർന്നു. അടുത്തുള്ള എല്ലാവരും നമ്മൾ ഇതിൽ തന്നെയാണ് നീന്തൽ പഠിപ്പിച്ചത്. ആദ്യം തന്നെ ഫസ്റ്റ് ഇത് തുടങ്ങി 1 മാസത്തിനകം തന്നെ അടുത്ത എല്ലാ വീട്ടിലെയും പിള്ളേരെ നമ്മൾ നീന്തൽ പഠിപ്പിച്ചു. ഓക്കെ ആണല്ലേ. പക്ഷെ ഞാൻ നേരത്തെ ചോദിക്കാനിരിക്കായിരുന്നു, ലൈക്ക് ഇങ്ങനെ നമ്മൾ ഇത്രയും വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ഓരോ ഫീച്ചേഴ്സ് ചെയ്യുമ്പോൾ ഒരുപാട് അഭിപ്രായങ്ങളും ഉണ്ടാവുമല്ലോ ആളുകൾ പറയുന്നത്. അപ്പോൾ അതൊന്നും നമുക്ക് പ്രശ്നമല്ല അല്ലേ? ഒരുപാട് കേൾക്കാൻ പോയാലും ജീവിക്കാൻ പറ്റില്ല. നമുക്ക് എന്ത് വേണമെന്ന് നോക്കുക. അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടില്ലെങ്കിൽ അത് ചെയ്യുക. അത് ചെയ്യാം. അതെ. പിന്നെ ഇവിടെ വേറൊരു അടിപൊളി ബൈക്ക് ഉണ്ട്. ഇത് ഏതാ മോഡല്? ഇത് ഡുക്കാറ്റി പാനഗാലെ 959 എന്ന് പറഞ്ഞ മോഡല് 2017 വാങ്ങിച്ചൊരു ബൈക്കാണ്. ഇത് ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുള്ള ഒരുപാട്. ഇതിലാണ് ഞാൻ ഇവിടുന്ന് ഓടിച്ചു നേപ്പാൾ ഭൂട്ടാൻ ബോർഡറിലൊക്കെ പോയി തവാങ്ങിന്റെ അവിടെയൊക്കെ പോയിട്ട് വന്നതാണ്. ഓൾമോസ്റ്റ് ഇന്ത്യ ഫുൾ കവർ ചെയ്ത് ഇതിലാണ്. ട്രാക്കിൽ പോയിട്ടുണ്ട്, ഇതില് ബുദ്ധില് കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ ബുദ്ധ ഇന്റർനാഷണൽ സർക്യൂട്ടിൽ മോട്ടോ GP ഒക്കെ നടക്കുന്ന അവിടെ പോയിട്ടുണ്ട് ഇതുമായിട്ട്. നല്ല ബൈക്കാണ്. നല്ല ബൈക്കാണ്. ഈ ബൈക്ക് പ്രേക്ഷകരുടെ അടുത്ത് ഇതിന്റെ എക്സ്പെൻസ് പറയാൻ പറ്റുമോ നമുക്ക്? ഇത് കുഴപ്പമില്ല, അവർക്ക് ഗൂഗിൾ ചെയ്ത് അറിയാവുന്നതല്ലേ ഉള്ളൂ. ഇത് അന്ന് എനിക്ക് വന്നത് 18 lakhs ആയിരുന്നു ഓൺ റോഡ്. ഓക്കെ. അപ്പം ഇത് ഞാൻ അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇത് 150 horse പവറും അത് 214 horse പവറും. അതുള്ള സ്ഥിതിക്ക് ഇത് വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട കാര്യമില്ല. പിന്നെ ഒറ്റ കാരണത്തെ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഇതിന് 2 സീറ്റ് ഉണ്ട്, മറ്റേന് 1 സീറ്റേ ഉള്ളൂ. അപ്പൊ പിള്ളേർ എപ്പോഴെങ്കിലും പറയും ഒന്ന് പോകണം എന്ന് പറയുമ്പോഴത്തേക്ക് കൊണ്ടുപോകാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് ഇത് വന്നത്.